1990 റിലീസായ ഭരതൻ്റെ മാളൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ് ബാക്ക് ടു 90s ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഉള്ളൊഴുക്ക് ഇത്രയും കത്തി നിൽക്കുമ്പോൾ ഉർവശിയുടെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഉർവശിയുടെ ഏറ്റവും മികച്ച റോളാണ് മാളൂട്ടിയിലേതെന്ന് പറയുന്നില്ല, പക്ഷേങ്കിൽ ഉർവശിയുടെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് മാളൂട്ടി. തീർച്ചയായും. അതായത് 90s നമ്മളധികവും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഫാമിലി പടങ്ങളാണ്. അത് കുടുംബചിത്രങ്ങൾ. ആൾക്കാരെ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടി ചിത്രങ്ങളാണ് കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ കയറിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഭരതൻ ഒരു പരീക്ഷണം നടത്തുന്നത്. അതായത് ഒരു സർവൈവൽ ത്രില്ലർ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ സർവൈവൽ ത്രില്ലറാണ്. അത് മാത്രമല്ല, ഇതിൽ സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞാൽ പ്രേക്ഷകർ കയറുന്നില്ല. അതിനുകൊണ്ട് അവർ ഒരു ഇൻ്റർവെൽ വരെ അതിൽ മൊത്തത്തിൽ ഒരു കുടുംബ ചിത്രമായിരുന്നു. അതായത് ഗൾഫ് പുറം രാജ്യത്ത് നിന്ന് നായകൻ 2 വർഷം കഴിഞ്ഞ് വരുന്നു. അപ്പോൾ നായകന് ഭാര്യയെ കാണാനുള്ളതും ഭാര്യയ്ക്ക് നായകനെ കാണാനുള്ള ഒരു ഇത്, അതിൻ്റെ ഇടയിൽ അമ്മായിയമ്മയുടെ ഒരു പോലും, അങ്ങനെ കുട്ടിയെ കാണണം എന്നുള്ള ഇത്, ആ രീതിയിലൊരു കുടുംബ ചിത്രമായിട്ടായിരുന്നു ഭരതൻ മൊത്തത്തിൽ. അത് ഇൻ്റർവെൽ വരെ അങ്ങനെ മാത്രമേ ആൾക്കാർക്ക് കാണാനും പറ്റുള്ളൂ. കാരണം എല്ലാ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനുശേഷമാണ് അതൊരു സർവൈവൽ ത്രില്ലറായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നല്ല അങ്ങനെ KPSC ലളിതയുടെ കഥാപാത്രം എടുത്താലും നെടുമുടി വേണുടിയുടെ ആയാലും ഇന്നസെൻറ്റിൻ്റെ ആയാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങളാണ്. അവരതുവരെ ചെയ്തു വെച്ചിരുന്ന റോളുകൾ പോലെ തന്നെ പോകുന്ന. KPSC ലളിതയെന്ന് വെച്ചാൽ നമുക്ക് വില്ലത്തിയായിട്ട് ഇടാൻ പറ്റും, നല്ല സ്നേഹമുള്ള അമ്മയായിട്ട് ഇടാൻ പറ്റും. ഇവിടെ വില്ലത്തിയായിട്ടുള്ള ഒരു അമ്മയായിട്ട് വന്നപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സിറ്റുവേഷനും ആ കാലത്ത് കല്യാണം കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അവളുടെ സഹനശക്തിയും അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നും. അതിൽ KPSC ലളിത വില്ലത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അമ്മയുടെ സമ്മതം ഇല്ലാതെ പ്രണയിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ പിന്നീട് അവർ നല്ല പെരുമാറ്റത്തിൽ ചെറിയൊരു, അതായത് ഞാൻ അമ്മായിയമ്മയാണ്, മകൻ എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന രീതിയിലുള്ള ഒരു സാധനം. അക്കാലത്തൊരു ഇതായിരുന്നു. ഇപ്പല്ലേ നമ്മൾ മാറി ചിന്തിക്കണം, മോഡേൺ യുഗാണെന്ന് പറയുന്നത്. പക്ഷെ അന്നത്തെ അമ്മമാർ അങ്ങനെ ആയിരുന്നു, അമ്മായിയമ്മമാർ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആ നാട്ടുംപുറവും കാര്യങ്ങളും ഗ്രാമവും ഒക്കെ നമുക്ക് ആദ്യം കാണിച്ചു തരുന്നുണ്ട്. ആ കഥാപശ്ചാത്തലത്തിൽ നിന്നാണ് ഒരു സർവൈവൽ ത്രില്ലറിലേക്ക് പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പാട്ടിൽ ഒതുക്കും. ഇപ്പോൾ അതിൽ തന്നെ പറയുകയാണെങ്കിൽ അവരുടെ പ്രണയം ഒരു പാട്ടിൽ കഴിഞ്ഞു. ഈ മാളൂട്ടി വീഴുന്നത് അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് എത്തുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അതങ്ങ് അങ്ങനെ ശീലിച്ച ഒരു പ്രേക്ഷകരാണല്ലോ അക്കാലത്തത്. നമുക്ക് പെട്ടെന്ന് കഴിയും. പിന്നെ ഇടിയും അടിയും അങ്ങനെയുള്ള കുറച്ച് കുടുംബകലഹം അതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ആ കാലത്തൊരു ട്രെൻഡ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഈ പടം ഇപ്പോൾ വരുമ്പോഴും നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സാങ്കല്പിക കഥയാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അതിൻ്റെ ക്യാമറമാനായ വേണുവിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിന് മുന്നേ നടന്നൊരു സംഭവമാണ്. അതിനുശേഷവും നടന്നിട്ടുണ്ട്, അതിന് മുന്നേ നടന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇതേ പശ്ചാത്തലത്തിൽ ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഇത്തരത്തിലൊരു റീമേക്ക് അല്ല, എവരിബഡീസ് ബേബി ദ റെസ്ക്യൂ ഓഫ് ജെസ്സിക്ക മാക്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ ഇൻസ്പിറേഷൻ ഉണ്ട് അതിൽ. അതായത് ഈ മാളൂട്ടി ഇറങ്ങുന്നതിന് മുമ്പേ ഇത്തരത്തിലൊരു കഥയുമായിട്ട് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് നടന്നതിന് ശേഷം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടത്തി. ഇൻഫാക്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുഴിയിൽ വീണെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് 90s കിഡ്സിന് എപ്പോഴും മാളൂട്ടി തന്നെയായിരിക്കും. കുഴിയിൽ വീണ് അത് നമുക്ക് എന്തുകൊണ്ട് നമുക്കത് അത്രയും ടെക്നിക്കലി ഒന്നും അത്രയും വിപുലമാവാത്തൊരു സമയത്താണ് മാളൂട്ടി എന്നുള്ള സിനിമ അത്രയും ഗംഭീരമായിട്ട്, അത് ഹെഡ് പോയിന്റിൽ ഇരുന്നിട്ടാണ് എല്ലാവരും കാണുക. ഇൻ്റർവെല്ലിന് ശേഷം എങ്ങനെ കുട്ടി രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു സംഭവം. അപ്പോൾ അത്രയും ഇപ്പോൾ ടെക്നിക്കലി ഭയങ്കരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, വേണു അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പിന്നെ ഈ സെക്കൻഡ് ഭാഗം, അതായത് ഇൻ്റർവെല്ലിന് ശേഷം മാളൂട്ടി കുഴിയിൽ വീണതിന് ശേഷം സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഈ സിനിമ. അതായത് പിന്നെ ഭരതൻ്റെ അസോസിയേറ്റ് ആയിരുന്നു സംവിധായകൻ ജയരാജൻ വേണുവിനോട് വന്നിട്ട് പറയും, നമുക്ക് ഇന്ന് ഇതെടുക്കാം. അതായത് ഭരതൻ പറയും, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന അമ്മേനെ വന്ന് വിളിക്കുന്ന കാര്യങ്ങൾ, അമ്മ വന്ന് വിളിച്ചിട്ട് മാളൂട്ടിനെ അതൊക്കെ സ്ക്രിപ്റ്റ് ഇല്ല എന്നാണ് വേണു ഇതിനിടയിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാം ആ സമയത്ത്
ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ. അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു മാസ സാധനം ഒരു മാസ ടീം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാമറ എടുത്തിട്ട് ഓരോ ആളെടുത്ത് നമുക്ക് പോകാനുള്ള ഇതൊക്കെയുണ്ട്. പക്ഷെ അവിടുത്തെ ആ മാസ സാധനത്തിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത്രയും ആൾക്കാരെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരേപോലെ. അത്രയും ടെക്നിക്കലി ഉണ്ടാവണം. അതായത് വേണു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രാത്രിക്കാണ് ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയരാജോട് പറയും ഇതൊന്ന് പ്ലാൻ ചെയ്യണേ എന്നോട്. ജയരാജ് വന്ന് ഇത് പ്ലാൻ ചെയ്യുന്നു. എല്ലാ ദിവസവും കുഴിക്കുന്നു, മണ്ണെടുക്കുന്നു, മാറ്റുന്നു, കുഴിക്കുന്നു, മണ്ണ്. ഇത് തന്നെയാണ്. അതിൻ്റെ ഇടയിലാണ് മറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പകുതി ബാക്കിയുണ്ടത് എഡിറ്റിംഗ് ടേബിളായിരിക്കും ബാക്കിയുണ്ടായിരുന്നു. വിജയനും തോന്നുന്നു അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. പക്ഷെ അത്രയും ത്രില്ലിംഗ് ആയിരുന്നു. നമ്മൾ അങ്ങനെ എൻഗേജ് ചെയ്ത് നിൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു ആ കാലത്തെന്ന് പറയേണ്ടി വരും. ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ നമ്മുടെ ഓഡിയൻസ് അങ്ങനെയായിരുന്നു. ഓഡിയൻസിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറി വരുവാണല്ലോ. വീക്കാന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ വായിച്ച സംഭവം, ഈ പഴവങ്ങാടി ഇന്റർവ്യൂവിന് ശേഷം പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ട് കുട്ടി രക്ഷിക്കണേ വന്ന സിനിമ കണ്ട ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സമയത്തും ആ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം നമുക്ക് യൂട്യൂബിലൊക്കെ സിനിമ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ സമയത്തും ആ സിനിമ കണ്ടിട്ട് പ്രശംസിക്കുന്ന കമന്റുകൾ കാണാം. ആ കാലത്താണ് എടുത്തതെന്നുള്ളതാണ് അതിന്റെ കൗതുകം. ആ കാലത്ത് എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ മാളൂട്ടി നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ ഫീലും ഒരു സാധനം കിട്ടും. പക്ഷേ മഞ്ഞിപ്പൽ ബോയ്സ് ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഭയങ്കര കളക്ഷനൊക്കെ നേടിയ സിനിമയാണ്. അതേപോലെ ഫഹദിൻ്റെ മലയം കുഞ്ഞൊക്കെ വന്നു. പക്ഷേ അത് നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പക്ഷേ മാളൂട്ടി അങ്ങനെയല്ല. അതിൽ കുറേ പ്രത്യേകതകളുണ്ട്. എന്താ വെച്ചാൽ മാളൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ബേബി ശ്യാമലി, ആ കുട്ടിയോടുള്ള ഒരു വാത്സല്യം അത് ഭീകരമാണ്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒന്ന് മാളൂട്ടിയും പിന്നെ ആ പട്ടിയും. കാരണം പട്ടി ഇല്ലെങ്കിൽ മാളൂട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. പട്ടിയില്ലെങ്കിൽ കഥ തീർന്നു. അതൊരു കമന്റ് ഉണ്ടായിരുന്നു, പട്ടി ഉള്ളത് കൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഉർവശി കുട്ടി അവിടെയാണ് ആ കുഴിയിൽ വീണുവെന്ന് അറിയുന്നത് ഈ പട്ടി കുറയ്ക്കുന്നുണ്ടാവും. അത് മാത്രമല്ല ഈ പട്ടി ഭീകരമായിട്ട് ആ കാലഘട്ടത്തിൽ അതിപ്പോൾ നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ട്, പട്ടീനെ വെച്ചൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ മൃഗങ്ങൾ വെച്ചിട്ട് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ടൈമിൽ പട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. എന്തോ തട്ടി മറിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വാതിലിന്റെ ഇടയിൽ. അതെ, അതായത് ഈ ചെറിയ കുട്ടി എന്താണോ അഭിനയിക്കുന്നത് അത് അമ്മ കാണാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം തൊട്ടപ്പുറത്ത് ആ പട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേബി ശാലിനിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയേണ്ടി വരും. ബേബി ശ്യാമിലിയും ബേബി ശാലിനിയും മലയാള സിനിമ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാളൂട്ടി ബേബി ശ്യാമിലിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. അഞ്ജലി എന്ന് പറയുന്ന സിനിമയൊക്കെ അതിനുശേഷം ജയറാമും ശ്യാമയായിട്ടുള്ള കുറേ കോംബോ വന്നിട്ടുണ്ട്. അതെ, അഞ്ജലിക്ക് ശേഷം നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടാണ് മാളൂട്ടിയിലേക്ക് വരുന്നത്. മാളൂട്ടിയിൽ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മാളൂട്ടി ജയറാം കോംബോ ഹിറ്റായി. എങ്ങനെ ആ കുഞ്ഞിനെ കുറിച്ച് കൊണ്ട് ഒരു കുഞ്ഞിന് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു, ഭാഷ പോലും അറിയാണ്ട് അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു കൗതുകം തന്നെയാണ്. അത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ കുറച്ച് വലിയ അതായത് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ശ്രീജ രവി. പക്ഷെ ആ ഡബിങ് അതിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഭയങ്കര വാത്സല്യം തോന്നുന്നു. നമുക്ക് വാത്സല്യം തോന്നുന്ന ഒരു സംഭവം. ഈ പണത്തിന്റെ കുറെ വിജയത്തിന് ആ ക്യാരക്ടേഴ്സ് ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ദേവന്റെ വില്ലൻ വേഷങ്ങൾ മാത്രം കണ്ട് ശീലിച്ച ഒരാൾക്ക് ദേവൻ ആ രക്ഷപ്പെടുത്താനായിട്ട് വരുമ്പോഴുള്ള ദേവൻ കഴിയുമ്പോഴാണ്. അതെ, ദേവൻ എഞ്ചിനീയറാണ്. ദേവൻ പറഞ്ഞിട്ട് ദേവൻ ആ പ്രവർത്തിയിൽ ഇൻവോൾവ് ആവുന്ന സമയത്താണ് ആ കുട്ടി രക്ഷപ്പെടുന്നു കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വിശ്വാസം വരുന്നത്. അതുപോലെ തന്നെ ശ്രീനാഥിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് കുഴൽക്കിണറിന്റെ മെഷീൻ മുതലാളി പറയാതെ തരാൻ പറ്റില്ല എന്ന് ആ സിനിമയിൽ വന്ന് പറയുമ്പോൾ അതെന്താടാ ഞാൻ കൊണ്ടുവരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വിചാരിക്കുന്ന നമ്മൾ പോയിട്ട് അവിടെ കൊണ്ടുവരും എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ശ്രീനാഥ് പോയിട്ട് എടുക്കുന്ന വണ്ടി എന്ന് പറയുന്നത്. ഡയറക്ടറും തമ്മിൽ കണക്ട് ആവുന്നത്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അത് സ്ക്രീനിൽ എത്തിക്കുന്നു എന്നുള്ളത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് പലതും പറഞ്ഞിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഉർവശിയുടെ ആ ക്യാരക്ടറൊക്കെ തുടക്കത്തിലുള്ള കുളിമുറി സീനൊക്കെ വരുമ്പോഴേ അതുവരെ ഉർവശി അങ്ങനെ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉർവശി ഭയങ്കര കുടുംബ പ്രേക്ഷകരുടെ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന ഒരു റോളാണ്. അവര് പിന്നീട് ഒരു അഭിമുഖത്തിൽ ഈ റോളിനെ കുറിച്ച് ഭയങ്കര ചമ്മലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജയറാമുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ്. പിന്നെ ഭരതൻ്റെ സിനിമകളിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരും അങ്ങനെയൊന്നും ഉണ്ടാവും. പക്ക ഒരു ഭരതൻ സിനിമയാണ് ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ. പക്ഷേ ഇതൊരു സർവൈവലിൽ എത്തുമ്പോഴാണ് ഭരതൻ്റെയും ഓഡിയൻസിൻ്റെയും ഒക്കെ ആ ഒരു കണക്ഷൻ വരുന്നത്. എഡിറ്റിങ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ സിനിമയുടെ മൂഡും ആംഗിളും
ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പിന്നീട് എത്ര സിനിമകൾ വന്നു കഴിഞ്ഞാലും സർവൈവൽ ത്രില്ലറിന്റെ ഇതിൽ 90s കിഡ്സിന് ആ സിനിമ മാറ്റി നിർത്താം. ഈ ടൈമിൽ സിദ്ധാർത്ഥ് വാദൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാളൂട്ടിയുടെ ടൈറ്റിൽ ചെയ്തത് സിദ്ധാർത്ഥ് വാദനായിരുന്നു. എങ്ങനെയൊക്കെ ആയാലും മലയൻ കുഞ്ഞ്, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ ഹെലൻ ഒക്കെ ആണെങ്കിലും എത്രയൊക്കെ മലയാള സിനിമകൾ സർവൈവൽ ത്രില്ലറുകൾ മലയാളത്തിൽ വന്നാലും, മലയാളത്തിൽ എത്രയൊക്കെ സർവൈവൽ ത്രില്ലർ വന്നാലും, ഇപ്പം മലയൻ കുഞ്ഞ്, മഞ്ഞുമൽ ബോയ്സ്, ഹെലൻ പോലുള്ള എത്രയൊക്കെ സർവൈവൽ ത്രില്ലർ വന്നാലും മാളൂട്ടി അതിൻ്റെ അതേ പവിത്രതയോട് കൂടിയിട്ട് മൈൽ സ്റ്റോൺ ആയിട്ട് എപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവും. അതാണ് മാളൂട്ടിയുടെ ഒരു പ്രത്യേകത.